ഇന്ന് ഇത് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു കമ്മലാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇത് കമ്മലുണ്ടാക്കാൻ ഉപയോഗിക്കണതൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് കണ്ടില്ലേ 3 ഹോളോടെ വരുന്നത് 3 ലെയർ മാലയൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണതാണിത്. ഞാനിവിടെ ഒന്നൊരു കമ്മലാണ് ഇത് വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടേ ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഹെഡ് പിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കമ്മലിൻ്റെ ഈ ഇങ്ങനത്തെ ഹുക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ട് ഹെഡ് പിന്നെ ഇതിലേക്ക് ആക്കിയിട്ട് നമുക്കിത് വളച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര നീളം വേണ്ട. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിത് നീളം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ ഒരു ഹുക്ക് പോലെ വളച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ വളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഹോളിൽ കൂടെ കടത്തിയിട്ട് പ്രസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ അതിൻ്റെ കേട്ടോ. ഇതേപോലെ നമുക്ക് ഈ അടുത്ത 2 ഹോളിലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഇത് രണ്ടാമത്തേൽ കോർത്തിട്ട് നമുക്കിത് പ്രസ് ചെയ്യാം കേട്ടോ. 2 നമ്മളിങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. ഇനി 3ാമത്തെ ഇതും നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഭാഗം ബാക്കിലേക്ക് വരുന്ന വിധത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് കാണില്ല. കമ്മലിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഈ ഭാഗം കാണാണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കുക. അപ്പോൾ ഇത് ബാക്കിൽ വരുന്ന വിധത്തിൽ ചെയ്തിട്ട് പ്രസ് ചെയ്യാം കേട്ടോ. ഇത് 3 നമ്മൾ ചെയ്തു കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ അത്. ഇനി നമ്മൾ ഐപ്പിന്നാണ് കേട്ടോ എടുക്കണത്. ഐപ്പിന്ന് എടുത്തിട്ട് ഒരു ക്രിസ്റ്റൽ ബീഡ് ഇതിൽ കോർത്തുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മറ്റേതിൻ്റെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത്ര നീളം വേണ്ടത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് വളച്ചെടുക്കാം കേട്ടോ. ഇതാ ഈ സൈഡ് ഇങ്ങനെ വളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൽ ഈ ഹോളിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഈ കമ്മലിൻ്റെ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ കമ്മൽ. നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത കമ്മലൂടെ ചെയ്തു കേട്ടെ. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്ക് കടയിൽ നിന്നൊന്നും കിട്ടുന്ന മോഡലൊന്നുമല്ല. നമ്മൾ നമ്മുടേതായ ഒരു ഐഡിയയിൽ ചെയ്യണതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഷോപ്പിലൊന്നും ഇങ്ങനത്തെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്പോഴേ ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള കമ്മലാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അയക്കണം കേട്ടോ.